സിറിയയിൽ വീണ്ടും ആഭ്യന്തര യുദ്ധം. പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ ഭരണത്തിനെതിരെയാണ് വിമതർ പടയൊരുക്കം നടത്തുന്നത്. 8 വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ ഹയാത്ത് തഹ്രീർ അൽഹം അലപ്പോ നഗരം വിമതർ പിടിച്ചെടുത്തു. ആഭ്യന്തര യുദ്ധത്തിന് പേരുകേട്ട രാജ്യങ്ങളിലൊന്നാണ് സിറിയ. ബാഷർ അൽ ആസാദാണ് നിലവിൽ സിറിയയുടെ പ്രസിഡന്റ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ വീണ്ടും രക്ഷിക്കുമോ എന്ന് ഇനി കണ്ടറിയണം. തൊഴിൽ പ്രശ്നം ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ മുൻനിർത്തിയാണ് പ്രസിഡന്റ് ബാഷർ അൽ അസദിനെതിരെ പ്രതിഷേധിക്കുന്നത്. പ്രസിഡന്റും അദ്ദേഹത്തിന്റെ എതിരാളികളും ഏറ്റുമുട്ടുന്ന സാഹചര്യമാണ്. ഏറ്റുമുട്ടലിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു. അമേരിക്ക, റഷ്യ, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സഹായത്തോടെയാണ് ബാഷർ അസദിന്റെ ഭരണം നിലനിൽക്കുന്നത്. റഷ്യൻ വ്യോമാക്രമണത്തിൽ നിരവധി പ്രതിഷേധക്കാരും സാധാരണക്കാരുമാണ് കൊല്ലപ്പെട്ടത്. ഇതോടെ പ്രതിഷേധക്കാർ രാജ്യത്ത് അടിച്ചമർത്തപ്പെട്ടു. കൂടാതെ 2012 പ്രതിഷേധം നടത്തിയവരുടെ നിയന്ത്രണത്തിലായിരുന്ന ഈസ്റ്റ് അലപ്പോ നഗരം 2021 റഷ്യൻ വ്യോമസേന പിടിച്ചെടുത്ത് പ്രസിഡന്റ് ബാഷർ അൽ അസാദിന് കൈമാറി. അന്നുമുതൽ സർക്കാരിനെതിരെ ഇടയ്ക്കിടെ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയാണ്. അതിനിടെയാണ് പ്രതിഷേധം ശക്തമാവുകയും ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങുകയും ചെയ്തത്. ഹയാത്ത് തഹ്രീർ അൽഹാം അലപ്പോയിൽ പ്രവേശിച്ച് പ്രസിഡന്റ് ബാഷർ അൽ അസാദിനെതിരെ പോരാടുകയാണ്. ഭീകര സംഘടനയായിരുന്ന ഹയാത്ത് തഹ്രീർ അൽഹം അൽ ഖ്വയ്ദയ്ക്കൊപ്പം പ്രവർത്തിച്ചു വരികയായിരുന്നു. തുടർന്ന് അൽ ഖ്വയ്ദയുമായുള്ള ബന്ധം വിച്ഛേദിച്ചു. എന്നാൽ അൽ ഖ്വയ്ദ എന്ന സംഘടനയുടെ മറ്റൊരു രൂപമായി ഹയാത്ത് തഹ്രീർ അൽഹം മാറി എന്നതാണ് വലിയ ട്വിസ്റ്റ്. ഈ സംഘടനയുടെ തലവൻ അബു മുഹമ്മദ് അൽ ഗലാനിയാണ്. യുഎസും യുഎന്നും സംഘടനയെ ഭീകരവിരുദ്ധ ഗ്രൂപ്പായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പിലെ അംഗങ്ങളും പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ പിന്തുണയ്ക്കുന്ന സേനയും തമ്മിൽ സംഘർഷങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ബാഷർ അൽ അസാദിന് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ഇതുവരെ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസാദ് ആരോടും സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. വിദേശ രാജ്യങ്ങൾ ഇടപെട്ടാൽ ഈ ആഭ്യന്തര യുദ്ധം കൈവിട്ടുപോകുമെന്ന വിലയിരുത്തലുമുണ്ട്. അലപ്പോ നഗരം വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രധാന വാണിജ്യ നഗരമായിരുന്നു. വടക്കൻ ഭാഗത്ത് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ നിന്ന് 350 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2011 ആഭ്യന്തര യുദ്ധത്തിന് ശേഷം ആകെ 2.3 ദശലക്ഷം ആളുകളാണ് ഉണ്ടായിരുന്നത്. അതായത് 23 ലക്ഷം ആളുകൾ ആ നഗരത്തിൽ ജീവിച്ചിരുന്നു. സിറിയയിലെ പ്രധാന നഗരമായ അലപ്പോ ആഭ്യന്തര യുദ്ധത്തിൽ കനത്ത നാശനഷ്ടങ്ങളാണ് നേരിട്ടത്. പലരും കൊല്ലപ്പെട്ടു. ജീവൻ നഷ്ടമാകുമെന്ന് ഭയന്ന് ആളുകൾ കൂട്ടത്തോടെ പലായനം ചെയ്തു. പലരും അഭയാർത്ഥികളായി വിദേശത്ത് അഭയം പ്രാപിച്ചു. 2016 റഷ്യയുടെ സഹായത്തോടെ സർക്കാർ നഗരം പിടിച്ചെടുത്തതോടെയാണ് സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ 8 വർഷത്തിനു ശേഷം വീണ്ടും ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ഇതിനകം തന്നെ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഇസ്രയേൽ ഗാസ യുദ്ധവും ഇസ്രയേൽ ഇറാൻ സംഘർഷവുമുണ്ട്. അതിനിടയിലാണ് സിറിയയിലെ ആഭ്യന്തര യുദ്ധം കൂടി മേഖലയെ സംഘർഷഭരിതമാക്കുന്നത്.